നാം യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കാറുണ്ടോ? നമ്മൾ ദൈവത്തോട് ഒരുപാട് കാര്യങ്ങൾ അപേക്ഷിക്കാറുണ്ട്. അപേക്ഷ നാം പലർക്കും നൽകാറുമുണ്ട്. സർക്കാരിലേക്ക് നൽകാറുണ്ട്, വേലക്കാർ യജമാനന് അപേക്ഷ നൽകാറുണ്ട്. അതല്ല ആരാധന. അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. നമ്മൾ സെയിൻസിൻ്റെയും ഏഞ്ചൽസിൻ്റെയും ഒക്കെ ഇൻ്റർസെഷൻ മാധ്യസ്ഥം യാചിക്കുന്നു. അത് ആരാധനയല്ല. അതൊരു സ്പീഡ് പോസ്റ്റ് സർവീസാണ്. നമ്മളെക്കാൾ വിശുദ്ധമായ ജീവിതം നയിച്ചവരിൽ വഴി നമ്മുടെ മെസ്സേജ് പിതാവായ ദൈവത്തിൽ എത്തിക്കാനുള്ള ഒരു മാർഗം. One of the alternatives available before us in the form of graces given to us by the Catholic Church. അതല്ല ആരാധന. അത് ദൈവത്തിന് മാത്രം നാം കൊടുക്കേണ്ടതാണ്. ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് നാം കൊടുക്കാറുണ്ടോ? ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവിടുന്ന് ദൈവമാണെന്ന് നാം ആദ്യം തിരിച്ചറിയണം. ലോകരക്ഷകനായ യേശുക്രിസ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാലിത്തൊഴുത്തിൽ പിറന്നു. പൂജാ രാജാക്കളും ആട്ടിടയന്മാരും കാലിത്തൊഴുത്തിലെത്തി അവിടുത്തെ ആരാധിച്ചു, അവിടുത്തെ സ്തുതിച്ചു. അവിടെ പിറന്നവൻ ദൈവമാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് അവർ അവനെ ആരാധിച്ചത്. കൈവശമുണ്ടായിരുന്ന മനോഹരമായ ഗിഫ്റ്റ്സ് അവർ കാഴ്ചവെച്ച് ആരാധിച്ചു. ആരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് എത്ര തിരി കൊളുത്തണം, ഏതെല്ലാം പാട്ടുകൾ പാടണം എന്നിങ്ങനെയുള്ള ചിന്തകളാവാം. അതാണോ സഹോദരങ്ങളെ ദൈവാരാധനയുടെ കാതൽ അഥവാ പൊരുൾ? ദൈവത്തിന് മാത്രം നൽകേണ്ട ആരാധന അതാണോ? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം മോശയെ നിയോഗിക്കുന്നത് തൻ്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കുവാൻ ഫറവയോട് ആവശ്യപ്പെടുവാനാണ്. മോശ ഫറവയോട് പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുവാൻ തൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു. എന്നാൽ ഫറവോ അത് ചെയ്തോ? ഇല്ല. ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കണമെങ്കിൽ നാം ദൈവത്തിന് കീഴിൽ ആകണം, ഒബീഡിയൻ്റ് ആവണം. അത് ഹ്യൂമിലിറ്റി, എളിമയിൽ നിന്ന് തുടങ്ങുന്നു. ഫറവോയുടെ നാട്ടിൽ ദൈവത്തെ ആരാധിക്കാനാവില്ല എന്ന് ഫറവോ പറഞ്ഞപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ മോശയെ തിരഞ്ഞെടുത്തു. അതേ, ദൈവം നമ്മെ സൃഷ്ടിച്ചതും ആയുസ് തരുന്നതും എല്ലാം ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വേണ്ടിയാണ്. ദൈവത്തെ എപ്പോഴും ഏതു നിമിഷവും ആരാധിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, നമുക്ക് രോഗമുണ്ടാകാം, അതിൻ്റെ പീഡകളും തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാൽ രോഗം നമ്മെ ഭരിക്കുന്നുണ്ടോ? നാം രോഗത്തെ ഭയന്നാണോ ജീവിക്കുക? നമ്മുടെ സാമ്പത്തിക തകർച്ചയുണ്ടാകാം, അതിൻ്റെ ക്ലേശങ്ങളും കാണാം. എന്നാൽ ഇത് നമ്മെ ഭരിക്കുന്നുണ്ടോ? നാം സാമ്പത്തിക തകർച്ചയെ ഭയന്നാണോ ജീവിക്കുക? കുടുംബ ബന്ധങ്ങളിൽ തകരാറുണ്ടാകാം. ഈ തകരാറ് മൂലം സമാധാനം നശിച്ച് സാത്താൻ്റെ ഭരണത്തിലാണോ നാം വസിക്കുന്നത്? ദൈവമല്ലാതെ മറ്റാരെങ്കിലുമാണോ നമ്മെ ഭരിക്കുന്നത്? തിരിച്ചറിയാം, തിരുത്താം. ഇന്ന് തന്നെ മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുക്കലേക്ക്. ഈ ഭരണകർത്താക്കളെ, കർത്താവല്ലാത്ത ഭരണകർത്താക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റണം. രോഗങ്ങളായിക്കോട്ടെ, സാമ്പത്തിക തകർച്ചയായിക്കോട്ടെ, സമ്പത്തിൻ്റെ ഉച്ചകോടിയിലായിരിക്കുന്ന അവസ്ഥയായിക്കോട്ടെ, ജോലിയുടെ ഉയർച്ചയായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, അവർ നമ്മളുടെ ഭരണകർത്താക്കൾ ആവാൻ പാടില്ല. ദൈവം മാത്രമേ ആരാധനയ്ക്ക് യോഗ്യ